പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ്. സദ്യകൾക്ക് പ്രധാനമായും വിളമ്പുന്ന ഒരു തൊടുകറിയാണ് ഇഞ്ചിക്കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 150 ഗ്രാം ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ഉലുവ, ജീരകം, വെളുത്തുള്ളി, പുളി, കായപ്പൊടി, ശർക്കര, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയുമാണ്. അരിഞ്ഞു വെച്ച ഇഞ്ചി നമുക്ക് നന്നായി വറുത്ത് മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കാം. അത് പിന്നീട് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഇനി കടുക് വറുക്കാനായിട്ട് എണ്ണയും കടുകും ഒരു ചുമന്നുള്ളിയും ആവശ്യമാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വറുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചിയെ നല്ലവണ്ണം ജാറിൽ അരച്ചെടുക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ അടുത്തത് ഇനി ചേരുവകൾ ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ശകലം വാളംപുളി കൂടെ പുഴിഞ്ഞ് ഈ ഇഞ്ചിക്കറിക്കകത്തോട്ട് ചേർക്കണം. ഇഞ്ചിയുടെ കമർപ്പ് മാറാൻ ശകലം ശർക്കര കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയത്. അപ്പോൾ ഇവിടെ ഇഞ്ചിക്കറി റെഡി ആയിരിക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ഞാൻ വീണ്ടും ആശംസിക്കുന്നു. അപ്പോൾ
അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.